നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ബെനഫിറ്റ്സ്, ഉപയോഗങ്ങൾ അഥവാ ഗുണങ്ങളെക്കുറിച്ചാണ്. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് മൈൻഡ്ഫുൾനെസ് എന്താണ്, അത് നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഏതൊരു പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പരിപൂർണ്ണ ശ്രദ്ധ കൊടുക്കുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കമ്പാഷൻ അഥവാ അനുകമ്പ. നമ്മൾ നമ്മളോട് തന്നെ കുറച്ച് കമ്പാഷനേറ്റ് ആവണം. നമ്മളോട് തന്നെ കുറച്ച് അനുകമ്പ, ക്ഷമ, കരുതലൊക്കെ കാണിക്കണം. സ്വാഭാവികമായിട്ടും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ക്ഷമയും അനുകമ്പയും ഒക്കെ വന്നു ചേരും. ശാന്തമായ തടാകത്തിൽ ഓളങ്ങൾ ഉണ്ടാക്കുന്നത് പോലെയാണ് ശാന്തമായ മനസ്സിൽ ചിന്തകൾ ഉദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ പല ചിന്തകൾ വരും. നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അങ്ങനെയുള്ള ചിന്തകളെ തള്ളിക്കളയാതെ, വിലയിരുത്താതെ സ്വസ്ഥമായി അക്സെപ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ക്ഷമയോടെ അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ തോന്നും someone is there to accept me, എന്നെ അംഗീകരിക്കാൻ ആരോ ഉണ്ട് എന്ന്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ നല്ല നല്ല ആശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പ്രധാനമായിട്ടും നമുക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഗുണങ്ങളെ ഫിസിയോളജിക്കൽ, ഇമോഷണൽ, പ്രൊഫഷണൽ എന്ന് 3 കാറ്റഗറിയിൽ പെടുത്താം. ഫിസിയോളജിക്കലിൽ പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ചില മാറ്റങ്ങൾ വരുത്താൻ മൈൻഡ്ഫുൾനെസ് സഹായകമാകുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ തലച്ചോറിലെ ഒരു ഭാഗം അമിഗ്ഡാല എന്ന് പറയും. ആ ഭാഗം സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാക്കുന്നൊരു ഭാഗമാണ്. ആയിട്ടും കൂടുതലായിട്ടുണ്ടാകുന്ന സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കുന്ന രീതിയിലേക്ക് ചുരുങ്ങും. അങ്ങനെ തന്നെ നമ്മുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി കുറച്ചുകൂടെ സോഫ്റ്റ് ആവും. അതായത് പെട്ടെന്ന് അങ്ങോട്ട് സ്ട്രെസ്ഡ് ആവുക, പെട്ടെന്ന് ടെൻഷൻ ആവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകും. അതുപോലെ തന്നെ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഏരിയ നമ്മുടെ ചില പ്രത്യേകമായ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ ചിന്തിക്കാനും ഫോക്കസ് ചെയ്യാനും ഒക്കെ ശ്രദ്ധിക്കുന്ന ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഏരിയ. ആ ഭാഗത്തിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് ഹിപ്പോക്യാമ്പസ്. ഹിപ്പോക്യാമ്പസ് എന്ന് പറയുന്ന ഭാഗം നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ ലേണിംഗ്, ഓർമ്മ, നമ്മുടെ കണക്കുകൂട്ടലുകൾ, അതുപോലുള്ള കാര്യങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഭാഗമാണ്. ഹിപ്പോക്യാമ്പസ് ബൂസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, അതായത് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ അറ്റൻഷൻ ഉണ്ടാകും. ഇതൊക്കെയാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഫിസിയോളജിക്കലായിട്ടുള്ള ഗുണങ്ങൾ. ഇനി ഇമോഷണൽ ഗുണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഇമോഷൻസിലെ എല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് മെഡിറ്റേഷനോ മൈൻഡ്ഫുൾനെസ്സോ തന്നെയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ പറയാറുണ്ട്, ഒന്ന് ശ്വാസം എടുക്കുക, ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് എന്ന്. അതൊരു ബ്രീത്ത് എടുത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, ഒരു മെൻ്റൽ ഗ്യാപ്പ് ഉണ്ടാവും. ദേഷ്യപ്പെടാനുണ്ടായ കാരണത്തിനും നമ്മുടെ പ്രതികരണത്തിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പ്. ആ ഗ്യാപ്പ് ധാരാളം മതി നമ്മുടെ മനസ്സിന് ആ ഒരു പ്രശ്നത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ റുമിനേഷൻസ്, അതായത് നമ്മുടെ തോട്ട് ലൂപ്പ്, നമ്മുടെ ചിന്തകൾ തന്നെ സർക്കുലേറ്റ് ചെയ്ത് കളിക്കുന്നൊരു അവസ്ഥയുണ്ട്. ആലോചിച്ച് അതേ കാര്യത്തിനെക്കുറിച്ച് തന്നെ റിപ്പീറ്റായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നലെ നടന്നൊരു നെഗറ്റീവ് ഇവൻറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇന്നലെ നടന്നൊരു സന്തോഷകരമായ കാര്യമായിക്കോട്ടെ, അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന എന്തെങ്കിലും ഒന്ന്, നല്ലതോ മോശവുമായ നാളെ വരാനിരിക്കുന്ന എന്തോ ഒന്നിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ലൂപ്പുകളുണ്ട് നമ്മുടെ മനസ്സിൽ, തോട്ട് ലൂപ്പ് എന്ന് പറയാം. അതിനെ കൺട്രോൾ ചെയ്ത് ഇന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ഇന്ന് ഈ മൊമെൻറ്റിൽ ഇപ്പോൾ നടക്കുന്ന കാര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഈ മൈൻഡ്ഫുൾനെസ് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ എമ്പതി ഉണ്ടാക്കാൻ, എമ്പതി എന്ന് പറഞ്ഞാൽ
നമുക്കെല്ലാവർക്കും അറിയാം മറ്റൊരാളോടുള്ള സഹാനുഭൂതി. സ്വാഭാവികമായിട്ടും മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരാളുടെ പ്രശ്നങ്ങൾ, മറ്റൊരാളുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലായാൽ അതിനനുസരിച്ച് അയാളെ സഹായിക്കാനോ അയാളോട് കരുണ കാണിക്കാനോ നമുക്ക് കഴിയും. ഇതാണ് എംപതി. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ ഇന്നത്തെ കാലത്ത് ഭൂരിഭാഗം ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നത് എന്ത് കാര്യമാണോ അതിൽ നമുക്ക് ശ്രദ്ധയോടെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മൊത്തം തരിപ്പണമാകും. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ആയിട്ട് ചെയ്യാനായിട്ട് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. കാരണം മറ്റൊന്നുമല്ല, അവർ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതിരിക്കുന്നു. എന്താണോ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും അത് ചെയ്യാൻ എളുപ്പമുണ്ടാവുമല്ലോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അതിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവാൻ ഇത് സഹായകമാണ്. ഏതൊരു മേഖലയിലുള്ളവരാണെങ്കിലും പെട്ടെന്നുള്ള പൊട്ടിത്തെറികൾ ഒഴിവാക്കും. പെട്ടെന്നുള്ള ഇമോഷണൽ, പ്രൊഫഷണൽ ബേൺ ഔട്ട്, പെട്ടെന്നുള്ള പൊട്ടിത്തെറികൾ, ആഘാതങ്ങൾ ഒഴിവാക്കാൻ ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ ഒരു കഴിവ് കിട്ടുകയാണെങ്കിൽ, അങ്ങനെയുണ്ടെങ്കിൽ അതൊരു പ്രശ്നത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ നമുക്കത് പരിഹരിക്കാനും കഴിയും. ഇതിനേക്കാൾ ഒക്കെ പ്രധാനമായിട്ട് പലരും ഇന്നത്തെ കാലത്ത് നേരിടുന്നൊരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. അതൊരു രോഗമാണ് ചില സാഹചര്യങ്ങളിൽ മാത്രം. പലപ്പോഴും ഒരു രോഗം എന്നതിനേക്കാൾ ഉപരി ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല. നാളെനെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇന്നലെ അങ്ങനെ നടന്നല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അങ്ങനെയുള്ളവർക്ക് ഉറക്കം കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ബ്രീത്ത് ചെയ്യുക. ബ്രീത്ത് ചെയ്യുക എന്നാൽ പെട്ടെന്ന് ശ്വാസം എടുത്ത് വിടുക എന്നുള്ളതല്ല. വളരെ ശാന്തമായി ഒരു ദീർഘശ്വാസം എടുക്കുക. ചെറിയൊരു ഗ്യാപ്പ്, ഒരു 2-3 സെക്കൻഡ് ആ ശ്വാസം ഹോൾഡ് ചെയ്യുക. നമ്മൾ ശ്വാസം എടുത്തതിനേക്കാൾ ഇരട്ടി സമയമെടുത്ത് ആ ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. വീണ്ടും അടുത്ത ശ്വാസം എടുക്കുന്നതിന് മുൻപ് 2-3 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക. സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ ഒരു 5-6 സൈക്കിൾ കഴിയുമ്പോൾ ആ വ്യക്തി ഉറങ്ങിയിട്ടുണ്ടാവും. പഠിക്കുന്ന കുട്ടികളിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും അവരുടെ കോൺസെൻട്രേഷനും ഏകാഗ്രതയും ഓർമ്മയുമൊക്കെ വളരുന്നുണ്ട്. ചെറിയ കുട്ടികളിൽ ക്ഷമാശീലം വളരെ അത്യാവശ്യമായിട്ട് വേണ്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിൽ ക്ഷമാശീലം വളരാനും ഇത് വളരെ ഉപകാരപ്രദമാണ്. ഈ പറഞ്ഞതുപോലെ കോൺസെൻട്രേഷനും ഏകാഗ്രതയും ഓർമ്മയും ബുദ്ധിയും അറ്റൻഷനും വളരുമ്പോൾ അതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ പഠനത്തിലും നല്ല മാറ്റങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഏതാനും ചില ഗുണങ്ങൾ മാത്രമാണ്. ഇനിയും അനേകായിരം ഗുണങ്ങളും മൈൻഡ്ഫുൾനെസ്സിനുണ്ട്. കണ്ടുപിടിച്ചിട്ടുള്ളതും കണ്ടുപിടിക്കാൻ ഇനിയും ബാക്കിയുള്ളതുമായ ഒത്തിരി ഗുണങ്ങൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശുഭദിനം.